ദാരിദ്ര്യം തുടച്ചു നീക്കിയോ? ഈ ദാരിദ്ര്യം തുടച്ചു നീക്കി എന്നുള്ള ഈ അവകാശവാദം ലോക ബാങ്ക് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കേരളത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുകയെന്ന്. അതായത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് അവകാശപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് വലിയൊരു ചടങ്ങ് തന്നെ സംഘടിപ്പിച്ചിരുന്നു. ചൈനയിൽ നിന്നൊക്കെ ഇതിന് അഭിനന്ദനം വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കേരളത്തെക്കുറിച്ചല്ല പറയുന്നത്, ഇത് പാകിസ്ഥാനെക്കുറിച്ചാണ് പറയുന്നത്. പാകിസ്ഥാനും ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് ഒരു അവകാശവാദം മുന്നോട്ട് വച്ചിരുന്നു. പല ഭാഗങ്ങളും അത് തുടച്ചു നീക്കി എന്ന് പാകിസ്ഥാനും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ലോക ബാങ്ക് ഇതിനെയെല്ലാം ചുരുട്ടിക്കൂട്ടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. പാകിസ്ഥാൻ്റെ ഈ അവകാശവാദം ലോക ബാങ്ക് നിരാകരിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് പുറത്ത് വന്നവർ ചുരുക്കം ചില വിഭാഗങ്ങളിൽ മാത്രമാണെന്നും ബാക്കിയുള്ള ഗ്രാമീണ ജനത ദാരിദ്ര്യത്തിൽ പൊരുതുന്നത് തുടരുകയാണെന്നുമാണ് ലോക ബാങ്ക് ഇപ്പോൾ പറയുന്നത്. പാകിസ്ഥാൻ പത്രമായിട്ടുള്ള എക്സ്പ്രസ് ട്രിബ്യൂണിന് നൽകിയ കണക്കുകളുടെ കൃത്യതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ലോക ബാങ്ക് പറയുന്നു, ജനങ്ങളുടെ പൊതുജീവിതത്തിൽ നിന്നാണ് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ അറിയാൻ കഴിയുക, അല്ലാതെ കണക്കുകളിൽ നിന്നല്ല. കഴിഞ്ഞ വർഷം 25% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നുണ്ടെന്ന് ലോക ബാങ്ക് സമ്മതിച്ചിരുന്നു. 2025 നിലവിലെ സാമ്പത്തിക വർഷത്തിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ സാമ്പത്തിക വർഷത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരുടെ ശതമാനം 22.2% കുറഞ്ഞു. എന്നാൽ ഈ കണക്കിൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഉൾപ്പെടുന്നു. ഗ്രാമങ്ങളുടെ സ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും ലോക ബാങ്ക് പറയുന്നുണ്ട്. ഈ കണക്കുകൾ പാകിസ്ഥാൻ സർക്കാർ നൽകിയതാണെന്ന് ലോക ബാങ്ക് നേരിട്ട് ആരോപിച്ചു. എന്നാൽ വാസ്തവത്തിൽ അവർ സത്യം മറച്ചുവെക്കുകയാണ്. പാകിസ്ഥാനിലെ 40% കുട്ടികളും അർദ്ധ പട്ടിണിയിലാണെന്നും അതുകൊണ്ടാണ് അവർക്ക് ഉയരം പോലും കുറയുന്നതെന്നും ലോക ബാങ്കിൻ്റെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ തോബിയാസ് ഹക്ക് അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാനിലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ അന്തരമുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു. COVID-19 മഹാമാന്യത്തിനും ശേഷം രാജ്യത്തുണ്ടായ ഭക്ഷ്യപ്രതിസന്ധി കാരണം പാകിസ്ഥാനിലെ GDP വളർച്ചാ നിരക്ക് നെഗറ്റീവാണെന്നും ഇപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് രാജ്യം ശ്രമിക്കുന്നുണ്ടെന്നും പക്ഷേ രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരതയുണ്ട് എന്നുമാണ് ലോക ബാങ്ക് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.